നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരി തന്ത്രി. നമ്മൾ ത്രിസന്ധിക്ക് ശേഷം, അതായത് സൂര്യ അസ്തമനത്തിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത കുറേയേറെ കാര്യങ്ങളുണ്ട്. നമ്മളുടെ ജീവിതത്തിലെ സമ്പദ്ഘടനയും മനസ്സിൻ്റെ സമാധാനത്തെയും അഷ്ടൈശ്വര്യത്തെയും ഒക്കെ ഇത് ത്രിസന്ധിക്ക് ശേഷം ചെയ്താൽ വളരെയേറെ ദോഷങ്ങൾ ഭവിപ്പിക്കും. ശരിക്കും നമ്മുടെ കുലത്തിലെ പഴയ ചില കാരണവന്മാരും നമ്മുടെ അമ്മൂമ്മമാരോ അപ്പൂപ്പന്മാരോ ഒക്കെ പറയാറുണ്ട്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ സൂര്യ അസ്തമനത്തിന് ശേഷം ചെയ്യരുത്. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇവയൊക്കെയും ചെയ്യാറുണ്ട്. ശരിക്കും അത് ചിലപ്പോൾ നമ്മൾക്ക് ആ സമയത്ത് നമ്മുടെ നെഗറ്റീവുകൾ നമ്മളെ തോന്നിപ്പിക്കുന്നതാക്കാം, ഇന്നത് ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ചിന്തിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ അയലത്ത് നിന്നും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരാൾ ആവശ്യപ്പെടുന്നതായിരിക്കും അത്. ചിലപ്പോൾ അവരും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആയിരിക്കും ഇത്തരം സംഗതികളിലേക്ക് വഴുതി വീഴുന്നത്. ത്രിസന്ധിക്ക് ശേഷം നമ്മുടെ വീട്ടിൽ നിന്നും തൈര്, പാല്, വെണ്ണ മറ്റൊരു വീട്ടിലേക്ക് കൊടുക്കരുത്. അതുപോലെ മറ്റൊരാൾ വാങ്ങുകയും ചെയ്യരുത്. മിക്കവാറും ഉള്ള വീടുകളിലെല്ലാം സന്ധ്യസമയത്താണ് അയൽ വീട്ടിലേക്ക് തൈരിനോടുന്നത് പാല് ഉറവിക്കാൻ. വാങ്ങുന്നതും കൊടുക്കുന്നവനും നശിക്കും എന്നാണ് അതിൻ്റെ സാരം. 2, ത്രിസന്ധിക്ക് ശേഷം നമ്മൾ വീടിനകവും മുറ്റവും തൂത്തുവാരാൻ പാടില്ല. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ രാത്രി കാലങ്ങളിൽ തൂത്തുവാരുന്നത് കാണാറുണ്ട്. അത് അവിടുത്തെ ഐശ്വര്യങ്ങളെ നശിപ്പിക്കുന്ന ഒരു വസ്തുതയായി മാറും. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. അത് ഓർത്തോ ഓർക്കാതെയോ ജോലി തിരക്കുകൊണ്ടോ ഒക്കെ ആയിരിക്കും രാത്രിയിൽ ഇത് ചെയ്യുന്നത്. പിന്നീടുള്ളത് നമ്മുടെ കട്ടളപ്പടിയിൽ കുത്തിയിരുന്ന് കാര്യങ്ങൾ സംസാരിക്കരുത്. ഒട്ടുമിക്ക വീടുകളിലും ചെല്ലുമ്പോൾ കാണാം, അവിടുത്തെ കുട്ടികൾ എന്തെങ്കിലും ആഹാര സാധനവുമായി ഈ കട്ടളപ്പടിയിലിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഇത് കഴിക്കുന്നത്. അത് വളരെയേറെ ദോഷങ്ങളെ ചെയ്യും. കാരണം നമ്മൾ ഹിന്ദു ആചാരവിധി പ്രകാരം ഹിരണ്യകശിപുവിനെ ഭഗവാൻ നിഗ്രഹിച്ചത്, സാക്ഷാൽ പ്രഹ്ലാദൻ്റെ അച്ഛനായ ഹിരണ്യകശിപുവിനെ ഭഗവാൻ അവതാരമെടുത്ത് നിഗ്രഹിച്ചത് ത്രിസന്ധിക്ക് ശേഷം കട്ടളപ്പടിയിൽ വെച്ചാണ്. അത് ഒരു ഐതിഹ്യം. അങ്ങനെ പല ഐതിഹ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ശരിക്കും ഓരോ വ്യക്തികളും ഇത്തരം ചില സംഗതികൾ കൃത്യമായി ഒഴിവാക്കിയാൽ ആ വീടിന് വളരെയേറെ അഷ്ട ഐശ്വര്യങ്ങൾ വന്നു ഭവിക്കും. അതുപോലെ രാത്രി കാലങ്ങളിൽ, അതായത് അസ്തമനത്തിന് ശേഷം തുളസിയില മുറിക്കരുത്, തുളസിയില എടുക്കരുത്, തുളസിയെ വണങ്ങരുത്. ഇങ്ങനെ ഒരു സംഗതി ചെയ്താൽ ആ വീടിന് ഐക്യതയും സമാധാനവും ഇല്ലാതാവും. ശരിക്കും നമ്മളൊന്ന് ഓർക്കുക, പകൽ സമയങ്ങളിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ട്. ഈ സമയങ്ങളിൽ കഴിവതും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. സന്ധ്യയ്ക്ക് ശേഷം ചെയ്യേണ്ടതായ കാര്യങ്ങൾ മാത്രം സന്ധ്യയ്ക്ക് ശേഷം ചെയ്യുക. ഓരോ വ്യക്തിയും മനസ്സിലാക്കി അറിഞ്ഞ് ജീവിച്ചാൽ ശുഭങ്ങൾ ഏറെ വന്നുകൂടും അവരുടെ ജീവിതത്തിൽ. ഇല്ലെങ്കിൽ അശുഭങ്ങൾ നിറഞ്ഞ ഒരു സ്വൈര്യമില്ലാത്ത ജീവിതത്തിലേക്ക് അവർ നയിക്കപ്പെടും. ഇതൊക്കെ ഓർത്തു വെച്ച് ഒന്ന് പരിപാലിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.